ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ടു അവർ ചാനൽ. വളരെ ടേസ്റ്റി ആയിട്ടുള്ള പെട്ടെന്ന് തയ്യാറാക്കാൻ പറ്റുന്ന ഒരു എഗ് സാൻഡ്വിച്ച് ആണ് ഇന്നത്തെ റെസിപ്പി. അതിനു മുമ്പായി എൻ്റെ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് ആ ബെല്ലൈക്കനോട് ഒന്ന് എനേബിൾ ആക്കിയിരിക്കണേ. അപ്പോൾ വീട്ടിലേക്ക് പോകാം. ഒരു ബൗളിലേക്ക് ഒരു 3 മുട്ട പുഴുങ്ങിയതെടുക്കുക. അതിനെ നന്നായിട്ട് ഒന്ന് ഉടച്ചെടുക്കണം. നല്ല എത്രത്തോളം നമുക്ക് ഉടച്ചെടുക്കാൻ പറ്റുമോ അത്രത്തോളം ഫൈനായിട്ട് നമുക്ക് ഉടച്ചെടുക്കാം. അപ്പോൾ അതിനുശേഷം ഇതിലേക്ക് 2 സ്പൂണോളം മയോണൈസ് ആഡ് ചെയ്യണം. ഈ മയോണൈസിന്റെ റെസിപ്പി ഞാൻ തൊട്ട് മുമ്പത്തെ വീഡിയോയിൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പം കാണാത്തവർക്ക് ലിങ്ക് ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തേക്കാം. 2 സ്പൂൺ മയോണൈസ് ഇതിലേക്ക് ആഡ് ചെയ്യാം. മയോണൈസ് ഇട്ടതിന് ശേഷം ഇതിലേക്ക് 2 മീഡിയം സൈസ് സവാള ചെറിയ രീതിയിൽ അരിഞ്ഞത് ഇടാം. കൂടെ തന്നെ 1/4 കപ്പോളം ക്യാപ്സിക്കോ ചെറിയ രീതിയിൽ അരിഞ്ഞതും കൂടി ഇടാം. ഇനി നമുക്ക് വേണ്ടത് 2 വലിയ സൈസിലുള്ള വെളുത്തുള്ളി ചെറിയ രീതിയിൽ അരിഞ്ഞതും കൂടിയാണ്. ഇനി നമുക്ക് വേണ്ടത് ഒരു 1/4 ടീസ്പൂണോളം കുരുമുളക് പൊടിയാണ്. അതുപോലെ തന്നെ വളരെ അത്യാവശ്യമാണ് ചില്ലി ഫ്ലാക്സ്. എരിവ് അനുസരിച്ച് നമുക്ക് ചേർക്കാവുന്നതാണ്. ആവശ്യത്തിന് ഉപ്പും കൂടെ ചേർത്ത് നല്ല രീതിയിൽ ഒന്ന് മിക്സ് ചെയ്യാം. ഉപ്പ് ചേർക്കുമ്പോൾ ശ്രദ്ധിക്കണം, മയോണൈസിൽ ഓൾറെഡി ഉപ്പ് നമ്മൾ ഇട്ടിട്ടുണ്ട്. വളരെ ടേസ്റ്റിയോട് കൂടി നമുക്ക് തയ്യാറാക്കാൻ പറ്റുന്ന സാൻഡ്വിച്ച് ആണ്. ഇതിൽ നമുക്ക് ടൈം എടുക്കുന്നത് മുട്ട വേവിച്ച് കിട്ടാനാണ്. അപ്പൊ ഇതുപോലെ ക്രീമിയായ ഫില്ലിങ് തയ്യാറാക്കിയതിന് ശേഷം അടുത്തതായി സാൻഡ്വിച്ച് സെറ്റ് ചെയ്യേണ്ടതായിട്ടുണ്ട്. അതിനുവേണ്ടി ബ്രെഡ് എടുക്കുവാണ്. ഞാനിപ്പോൾ ഇതിലേക്ക് നമ്മൾ തയ്യാറാക്കിയ ഫില്ലിങ് വെച്ച് കൊടുക്കുവാണേ. അപ്പം നമ്മൾ ഒരുപാട് കൂടിയും പോകരുത്, ഒരുപാട് കുറഞ്ഞു പോകരുത്, എന്നാൽ വേണം താനും ആ ഒരു രീതിയിൽ വേണം ഫില്ലിങ് വെക്കാനായിട്ട്. ഇത് കവർ ചെയ്യാനായിട്ട് വേറൊരു ബ്രെഡ് വേണം. അപ്പൊ അതിലേക്ക് ഞാൻ ആവശ്യത്തിന് ടൊമാറ്റോ സോസ് സ്പ്രെഡ് ചെയ്ത് കൊടുക്കുവാണേ. ഇതുപോലെ ടൊമാറ്റോ സോസ് സ്പ്രെഡ് ചെയ്തതിന് ശേഷം ഈ ഒരു ബ്രെഡ് കൊണ്ട് ഇതിനെ ഒന്ന് കവർ ചെയ്ത് ഒന്ന് പ്രസ് ചെയ്തും കൂടെ കൊടുക്കണം. ഇനി ഒരു പാൻ എടുത്തതിന് ശേഷം ഗീ അതിലൊഴിച്ച് ഒന്ന് മെൽറ്റ് ചെയ്യണം. എല്ലായിടത്തും സ്പ്രെഡ് ആയി വരുന്ന സമയത്ത് അതിലേക്ക് നമ്മുടെ സാൻഡ്വിച്ച് എടുത്ത് വെക്കേണ്ടതാണ്. അപ്പൊ അതിന്റെ ഒരു സൈഡ് ഒന്ന് ജസ്റ്റ് ഒന്ന് മുരിഞ്ഞു വരുമ്പോഴത്തേക്ക് ഈ സൈഡിൽ ആവശ്യത്തിന് നെയ്യ് പുരട്ടാം. നെയ്യ് പുരട്ടിയാലും ഇല്ലെങ്കിലും പ്രശ്നമില്ല. എന്നിട്ട് തിരിച്ചിട്ട് ഒന്ന് മുരിച്ചെടുക്കണം. വളരെ ടേസ്റ്റി ആയിട്ടുള്ള ഒരു എഗ് സാൻഡ്വിച്ച് ഇവിടെ റെഡി ആയിട്ട് കിട്ടിയിട്ടുണ്ട്. അപ്പം സാൻഡ്വിച്ച് ലവേഴ്സിന് ഇത് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെടും. ഒരിക്കലെങ്കിലും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഫ്രണ്ട്സിനൊക്കെ ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യാത്ത സബ്സ്ക്രൈബ് ചെയ്യണേ. അപ്പോൾ ബൈ ബൈ.